പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു സ്ക്രീനിൽ നൽകിയിട്ടുള്ള കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷൻ, അതുപോലെ തന്നെ വിവിധ യൂണിവേഴ്സിറ്റികളിലും ഓട്ടോണമസ് കോളേജുകളിലുമുള്ള UG അഥവാ ഡിഗ്രി അഡ്മിഷൻ, ഇതിൽ ഏതാണ് ആദ്യം വരിക, അതുപോലെ ഏതെങ്കിലും ഒന്നിൽ ജോയിൻ ചെയ്ത് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് ഒന്നുകിൽ LBSയിലേക്കോ മറ്റോ നിങ്ങൾക്ക് മാറി ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുമോ, അങ്ങനെ മാറി ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീസ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടോ, കൂടാതെ കേരളത്തിലെ മെഡിക്കൽ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ്റെ ഡേറ്റുകൾ LBSൻ്റെ BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നീ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വഴി വിശദീകരിക്കപ്പെടുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റിയുടെയും UG ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് 7/6/2024. MG യൂണിവേഴ്സിറ്റിയിൽ ട്രയൽ അലോട്ട്മെൻറ്റ് 12/6/2024 പ്രസിദ്ധീകരിക്കുന്നതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഷെഡ്യൂൾ നിലവിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. കേരള യൂണിവേഴ്സിറ്റി UG ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് 10/6/2024 വരെ. അവിടെയും അഡ്മിഷൻ ഷെഡ്യൂൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ UG അഡ്മിഷന് വേണ്ടിയുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിലവിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ഓട്ടോണമസ് കോളേജുകളിലും അഡ്മിഷന് വേണ്ടിയുള്ള റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്നാൽ LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് 15/10/2024 വരെയുണ്ട്. അതിനുശേഷം അപ്ലൈ ചെയ്ത ഓരോ വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ പരിശോധന നടത്തിയ ശേഷം വിദ്യാർത്ഥികളുടെ പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡാറ്റ പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് 26/6/2024 ആ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ ആപ്ലിക്കേഷനിൽ വന്നുപോയിട്ടുള്ള തെറ്റുകൾ തിരുത്താനുള്ള അവസരം ലഭിക്കുന്നതാണ്. അതിനുള്ള ലാസ്റ്റ് ഡേറ്റ് 2/7/2024. അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ അടങ്ങിയ ഡെമോ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. കറക്ഷൻ പീരീഡിന് ശേഷം റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കുക. താൽക്കാലിക റാങ്ക് ലിസ്റ്റ് 8/7/2024 ഫൈനൽ റാങ്ക് ലിസ്റ്റ് 10/7/2024 വരുന്നതാണ്. അതിനുശേഷം ഓപ്ഷൻ നൽകാനുള്ള അവസരം 10/7/2024 മുതൽ 15/7/2024 വരെയായിരിക്കും. എന്നാൽ ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭിക്കണമെങ്കിൽ എല്ലാ കോളേജുകളുടെയും അംഗീകാരം ഗവൺമെൻറ്റിൽ നിന്ന് കോളേജുകൾക്ക് ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ പല കോളേജുകൾക്കും അംഗീകാരം ലഭ്യമായിട്ടില്ല. ഒരു 100ഓളം കോളേജുകളുടെ എങ്കിലും അംഗീകാരം ലഭ്യമായെങ്കിൽ മാത്രമേ ഓപ്ഷൻ നൽകാനുള്ള അവസരം സാധാരണ വർഷങ്ങളിൽ നൽകാറുള്ളൂ. പിന്നീട് അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് പുതിയ പുതിയ കോളേജുകൾ വരുന്നതായിരിക്കും. അതിലേക്കും ഓപ്ഷൻ നൽകാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വെബ്സൈറ്റിൽ നൽകപ്പെടുന്നതാണ്. ഇതുകൂടാതെ സാധാരണ വർഷങ്ങളിൽ മെഡിക്കൽ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് അലോട്ട്മെൻറ്റും അഡ്മിഷനും ഏറെക്കുറെ അവസാനിക്കുന്ന ഒരു ഘട്ടമാകുന്ന സമയത്താണ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷൻ അലോട്ട്മെൻറ്റുകളും അഡ്മിഷനും സാധാരണ കേരളത്തിൽ ഉണ്ടാകാറുള്ളത്. കാരണം രണ്ടിലും അഡ്മിഷൻ അർഹതയുള്ള ഒരേ വിദ്യാർത്ഥികൾ പലരും ഉണ്ടാകുന്നതാണ്. നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷൻ ആദ്യം നടത്തിയാൽ ഇതിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ അതിലേക്ക് മാറി ജോയിൻ ചെയ്യേണ്ട സാധ്യതയാണ് കൂടുതലുണ്ടാവുക. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് സാധാരണ മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷൻ സാധാരണ വർഷങ്ങളിൽ നടത്തി വരുന്നത്. LBSൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് 15/7 അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 17/7 വരുമെന്നാണ് പ്രസിദ്ധീകരിക്കപ്പെട്ട ടെൻറ്റേറ്റീവ് ഷെഡ്യൂളിൽ നൽകിയിട്ടുള്ളത്. അത് അല്പം മുന്നോട്ട് പോകാനാണ് സാധ്യത. കാരണം മെഡിക്കൽ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ്റെ ഷെഡ്യൂൾ നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ വിവിധ യൂണിവേഴ്സിറ്റികളിലുള്ള UG അഡ്മിഷൻ അതുപോലെ തന്നെ ഓട്ടോണമസ് കോളേജുകളിലുള്ള UG അഡ്മിഷൻ അടുത്ത മാസം ജൂലൈ മാസം പകുതിയോടുകൂടി ഏറെക്കുറെ അവസാനിപ്പിക്കപ്പെടുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോൾ അതിൽ അഡ്മിഷൻ എടുക്കുന്ന പല വിദ്യാർത്ഥികളും ഉണ്ടാകും. ഈ ഒരു LBSന് അപ്ലൈ ചെയ്തവരായിട്ട് അവർക്ക് ചെയ്യാവുന്ന കാര്യം അവിടെ നിന്ന് TC വാങ്ങി ഇതിലേക്ക് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഒന്നുമില്ല. എന്നാൽ നിങ്ങൾ അവിടെ അഡ്മിഷനായിട്ട് നൽകിയ തുകയിൽ പകുതിയെങ്കിലും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ സെൽഫ് ഫിനാൻസ് കോളേജിൽ അഡ്മിഷൻ എടുത്തവരാണ് എങ്കിൽ വലിയൊരു തുക തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യത നിങ്ങൾ കണക്കിലെടുക്കേണ്ടതാണ്. സാധാരണ വർഷങ്ങളിൽ LBS അഡ്മിഷൻ ആരംഭിച്ചാൽ പല യൂണിവേഴ്സിറ്റികളുടെ കോളേജുകളിൽ നിന്നും ഇങ്ങനെ TC വാങ്ങി വിദ്യാർത്ഥികൾ LBSലേക്ക് അഡ്മിഷൻ എടുക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ കോളേജുകളിൽ സീറ്റ് വേക്കൻസി വരുന്നതായിരിക്കും. അങ്ങനെയുള്ള സീറ്റ് വേക്കൻസികൾ ഫിൽ ചെയ്യാനുള്ള സൗകര്യവും പല യൂണിവേഴ്സിറ്റികളിലുമുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാറുണ്ട്. അതായത് ഓരോ കോളേജിലും ഓപ്ഷൻ നൽകിയ വിദ്യാർത്ഥികൾക്ക് അവർക്കുള്ള ഇൻഡെക്സ് അനുസരിച്ച് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും.
ആ ഒരു വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് വേക്കൻസി വരുന്ന സീറ്റുകളിലേക്ക് അഡ്മിഷൻ അങ്ങനെ അവസാന ഘട്ടങ്ങളിൽ സ്കോർ കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് UG അഡ്മിഷനുള്ള സാധ്യത പല യൂണിവേഴ്സിറ്റികളിലും ഉണ്ടാകാറുണ്ട്. ഈ വർഷത്തെ LBS BSc നഴ്സിംഗ് അതുപോലെ തന്നെ വിവിധ യൂണിവേഴ്സിറ്റികളിലുള്ള UG അഡ്മിഷൻ ഇതുമായെല്ലാം ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ അടങ്ങിയ വീഡിയോകൾ അപ്ഡേഷനുകൾ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.